ഫുട്ബോളിൽ സ്വന്തം ശ്വാസം നിറച്ച് കളിച്ച VP സത്യനെ കുറിച്ച് നമുക്കറിയാം. കേരളത്തിലെ പ്രതിഭകളായിട്ടുള്ള ധാരാളം ഫുട്ബോൾ കളിക്കാർ. ഗുരുവായൂരെ സംബന്ധിച്ചിടത്തോളം മധുവേട്ടൻ ഇതുപോലെ തന്നെ ജീവിതം ഫുട്ബോളിന് വേണ്ടി മാറ്റിവെച്ച അല്ലെങ്കിൽ ഫുട്ബോൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം. എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മധുവേട്ട, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഒരു ഗംഭീര കളിയാണ് ഇരിക്കുന്നത്. നല്ല കളി എല്ലാ ദിവസവും ഉണ്ട് കളി? എല്ലാ ദിവസവും ഉണ്ടാവും. കാരണം ഞങ്ങൾ കാലത്ത് ഒരു 6:45 7 മണി മുമ്പ് കളി തുടങ്ങും. ഒരു 8 മണി 8:10 വരെ കളിക്കാറുണ്ട്. ഒരു ദിവസം കളിക്കാൻ പറ്റിയില്ലെങ്കിൽ പ്രശ്നമല്ലേ? പ്രശ്നമാണ്. അന്ന് ഒന്ന് കാലത്ത് വയറത്തില്ലാച്ചെങ്കിൽ അത് ഒരു വിഷയമാണ് എനിക്ക്. അന്നത്തെ ദിവസം തന്നെ പ്രശ്നമാണ്. ഏത് പ്രായത്തിലാണ് കളി തുടങ്ങിയത്? കളി തുടങ്ങിയതെന്ന് വെച്ചാല് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യം ഒരു ടൂർണമെന്റ് കളിക്കാൻ പോയിട്ട്. അതായത് പ്രൊഫഷണലായിട്ട് കളിക്കാൻ? 10ാം ക്ലാസ്സിൽ ഞാൻ പരീക്ഷ എഴുതാതിരിക്കുന്ന സമയത്താണ് ഇവിടെ ഈ തമ്പുരാമ്പടിയിൽ ഒരു YSV തമ്പുരാമ്പടി എന്ന് പറഞ്ഞ ടീമുണ്ട്. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അവർ എന്നെ പൊന്നാനിയിലേക്ക് കളിക്കാൻ വിളിച്ചോണ്ട് വന്നു. ഈ നേന്ത്രപ്പഴക്കുന്നത് തെറ്റേ. അങ്ങനെയാണ് ആദ്യത്തെ ഒരു കളി. പിന്നീട് അവിടുന്ന് അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞോടുമ്പോൾ ഞാൻ അളകപ്പയിൽ പോയി. അന്ന് ഭയങ്കര ഫേമസ് അല്ലായിരുന്നു അളകപ്പയും? അളകപ്പ നല്ല ഫേമസ് ആയിരുന്നു. നമ്മുടെയൊക്കെ ഇവിടെ വന്നിരുന്നു. അപ്പോൾ ആ അളകപ്പയിൽ നിന്ന് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ള ടീമുകളാണ്. ലീഗിലൊക്കെ കളിക്കുമ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്ലേയേഴ്സിന് വേണം. ജില്ലാ ലീഗിലൊക്കെ അല്ലല്ല, അത് 11s ആണ്. 7s കളിക്കാൻ അവിടുന്ന് തുടങ്ങിയത് ജയ ബേക്കറി എന്ന് പറഞ്ഞൊരു ടീം വന്നു തൃശ്ശൂർ. അഖിലേന്ത്യ കളിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ജയ ബേക്കറി, അവർ കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു മാനേജറായിരുന്നു. ഒരുപാട് നല്ല സുഹൃത്തുക്കൾ കിട്ടി. ഇന്ത്യൻ ടീമിലെ സോളി സേവ്യർ, ലിസ്റ്റൻ, ആളിപ്പം മരണപ്പെട്ടു. നമ്മുടെ ഈ ഗുരുവായൂരൊക്കെ ഞങ്ങൾ ലിസ്റ്റിനും ഞാനൊക്കെ ഒരുമിച്ച് നമ്മുടെ സുന്ദരൻ ട്രോഫി ഉണ്ടല്ലോ. സുന്ദരൻ ട്രോഫി എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ മഞ്ഞുലാലിന്റെ അവിടെ ഇപ്പൊ പാർക്കിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലം, പണ്ടത്തെ ടൗൺഷിപ്പ് ഗ്രൗണ്ട്. അത് പൂഴിപ്പാടം പോലത്തെ ഒരു സ്ഥലം, ബസ്സൊക്കെ. അപ്പോൾ അവിടെ ആയിരുന്നു ആദ്യത്തെ. അല്ല, നമ്മുടെ നാട്ടില് വന്നിട്ട് ഞാൻ അവിടെ നിന്ന് കളിക്കുന്ന കാലം ഉണ്ടായിരുന്നു. അത് 10-30 വർഷം ആയിട്ടുണ്ടാവും. ബ്രദേഴ്സ് ക്ലബ്ബ് തിരുവങ്കട്ടാണ് അത് നടത്തിയിരുന്നത്. കൈരളിരിങ്ങപ്പുറത്തിനാണ് ഞാൻ കളിച്ചിരുന്നത്. പക്ഷെ വന്നിരുന്ന ടീം ഞാൻ അവിടെ അളകപ്പയിൽ കളിക്കുന്ന ടീമായിട്ടാണ് ഇവിടെ വരിക. കൈരളിക്ക് വേണ്ടിയിട്ടാണ് കളിക്കുക. നമ്മുടെ പ്രാദേശികമായിട്ടുള്ള സ്ഥലത്ത് ഞാൻ ആദ്യം കളിച്ചത് നമ്മുടെ ചാവക്കാട് ഒരു കാജ ട്രോഫി ഉണ്ടായിരുന്നു. ഇപ്പോഴൊന്നല്ല, കളി നിന്നുപോയി. അത് പിന്നെ പ്രജര ചാവക്കാട് എടുത്തിട്ട് ഒരു കൊല്ലം നടത്തി. കാജ ട്രോഫിയിൽ ഞാൻ അന്ന് കളിക്കുന്നത് ലക്കിസാർ ആലുവയ്ക്കാം. ലക്കിസാർ ആലുവയ്ക്ക് കളിക്കുമ്പോൾ എൻ്റെ കൂടെ അന്ന് കേരളത്തിന് കളിച്ച ഹർഷൻ, തങ്കച്ചൻ, ഞാൻ, അങ്ങനെ 3 പേരായിരുന്നു ഫോർവേഡിൽ കളിച്ചിരുന്നു. ഓപ്പോസിറ്റ് ടീം സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം. ബാവക്കെ കളിക്കണ കാലഘട്ടമാണ്. ഇപ്പം ബാവക്ക ടീമിന്റെ മാനേജറാണ്. ഞാൻ പുറമെ തൃശ്ശൂരും അതുപോലെ കണിമംഗലം, പാമ്പൂർ അങ്ങനെ സൈഡിലൊക്കെ ബൂട്ടിട്ട് കളിച്ചിട്ട് തുടങ്ങി. ഇവിടെ വരുമ്പോൾ നാട്ടിൽ ഫുള്ള് ഈ ബയർ ബൂട്ടാണ്. ഒരിക്കൽ ഞാനിവിടെ വന്നൊരു ബൂട്ടൊക്കെ ഇട്ടിട്ട് മുതൂട്ടൂർ സ്കൂൾ ഗ്രൗണ്ടിൽ കളിക്കാൻ വന്നപ്പോൾ ബാക്കിയുള്ള ആരും ബൂട്ടിട്ടില്ല. എന്നെ കൊണ്ട് ബൂട്ട് അഴിച്ചു വെപ്പിച്ചു. എന്നിട്ട് ഫസ്റ്റ് ബൂട്ട് കാണുന്നത് എൻ്റെ ഇതിലാണ്. അങ്ങനെ കളിയുടെ ഒരു ലോകത്ത് ഈ പറഞ്ഞ പോലെ നമ്മളെപ്പോഴും മലയാളികൾ എപ്പോഴും എന്താ പറയാ ആഗ്രഹത്തോടെ കാണുന്ന ആൾക്കാരാണ് IM വിജയൻ, ജോപ്പോളഞ്ചേരി, അങ്ങനത്തെ കുറെ ആൾക്കാർ. അവരൊക്കെ ആയിട്ടും വിജയനായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാണ്. ജോപ്പോളിന്റെ സംഭവത്തില് ജോപ്പോള് കേരളവർമ്മ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി കിട്ടിയിട്ടുള്ള ടൈമായിരുന്നു. അങ്ങനെ ജോപ്പോളും ഞാനും അവിടെ യൂണിവേഴ്സിറ്റി കളിച്ചൊരു നരേന്ദ്രൻ ഉണ്ട്. അപ്പോൾ റെയിൽവേയിലാണ് ജോലി. ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ഒരുപാട് കൊല്ലം മുന്നെയാണ്. കൊല്ലം മുന്നേ വർഷം അറിയാൻ കാരണം വെച്ചാൽ രാജീവ് ഗാന്ധി മരണപ്പെട്ട ആ ദിവസം ഞാനും ജോപ്പോളും നരേന്ദ്രനും കൂടിയിട്ട് 3A ക്ലബ്ബ് വാടാനെ കുറിച്ച് വേണ്ടിയിട്ട് കളിക്കാൻ പോയി. ജോപ്പോളിന്റെ വീട്ടിൽ പോയിട്ടാണ് പോണത്. അന്നൊക്കെ 5 രൂപയ്ക്കാണ് ബസ്സിന് വരുന്നത്. അപ്പോൾ ഞാനും നരേന്ദ്രനും ജോപ്പോളും കൂടിയിട്ട് ഈ വാടാനെ കുറിച്ചിൽ ഷൊർണൂർ വാടാനെ കുറിച്ച് സ്ഥലത്ത് കളിക്കാൻ പോയി. കളി നടക്കാൻ സമയത്താണ് രാജീവ് ഗാന്ധി മരണപ്പെട്ടു എന്നുള്ളത്. അങ്ങനെ കളി ക്യാൻസലായി. കളി വെച്ചാൽ ഒരു ഇപ്പോഴത്തെ പോലെ ഗാലറി കെട്ടിയിട്ടല്ല, കുറെ മറച്ചുണ്ട്. 2 രൂപയ്ക്കാണ് ടിക്കറ്റിന് മേടിച്ചിട്ട്. പക്ഷെ അന്ന് കളി നടന്നില്ല. അത് കാരണം ഞങ്ങൾ 3 പേരും കൂടി തിരിച്ചു പോന്നു. അങ്ങനെ ഞാനും ജോപ്പോളും നരേന്ദ്രനും കൂടി 50 രൂപ കമ്മിറ്റിക്കാർ തന്നിട്ട് അങ്ങനെ ഒരു കാലല്ലേ അതൊരു സംഭവം. പിന്നെ വിജയനൊക്കെ ആയിട്ട് 2 കൊല്ലം മുന്നേ വെട്ടൻസ് കളിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു. വിജയന്റെ ചെറുപ്പത്തില് തൊട്ടിട്ട് നല്ല പരിചയമാണ്. ഒരുമിച്ച് ഒരുപാട് കളിച്ചിട്ടുണ്ട്? ഒരുപാടൊന്നുമില്ല. വിജയനൊക്കെ പിന്നീട് പോയി. പിന്നെ വിജയനെ സംബന്ധിച്ചിടത്തോളം വിജയൻ തൊട്ടതൊക്കെ പൊന്നാക്കിയുള്ള ആളാണ്. കാരണം ഏത് ക്ലബിൽ കളിച്ചോ, FC കൊച്ചിനായിരുന്നു. അതിൽ കളിക്കുമ്പോൾ ജയിക്കും. ബംഗാള്
അതുപോലെ തന്നെ FCT പഗ്വാര എന്ന് പറഞ്ഞ ടീം. അങ്ങനെ വിജയം കളിച്ച ടീമൊക്കെ ജയിക്കുന്നത്. പിന്നെ വിജയം അങ്ങനെ പറഞ്ഞു പോയി. അതെ അതെ. പലപ്പോഴും ഈ ഫുട്ബോൾ കളിക്കാരുടെ ഒരു ഭാഗ്യവും നിർഭാഗ്യവും എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള ചില തെരഞ്ഞെടുപ്പുകളാണ് അല്ലേ? ആളുകൾ കണ്ട് മറ്റുള്ള സ്ഥലത്തേക്ക് അതില് ഇവിടെ നമ്മുടെ നാട്ടിലൊന്നും ഈ ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാർക്ക് ക്യാമ്പുകൾ കിട്ടിയിരുന്നില്ല. ഈ ക്യാമ്പിന്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷനൊക്കെ വരിക. അപ്പൊ ഇവിടെ നാട്ടിൻപുറത്ത് അങ്ങനെ സംഭവം നടന്നിരുന്നില്ല. അപ്പം ഞാനവിടെ ഇങ്ങനെ ആളകപ്പയിൽ ആമ്പലൂര് പോയി. ആമ്പലൂര് നമ്മുടെ ഒരു സുഹൃത്തുണ്ട് ലിയോരാജൻ. ലിയോരാജൻ്റെ വീട്ടിൻ്റെ നേരെ മുന്നിൽ തന്നെയാണ് ഗ്രൗണ്ട്. അവനും ഒക്കെ ആയിട്ട് അപ്പോൾ സോളിയേട്ടനും കൂടിയിട്ട് ഒരു ക്യാമ്പ് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോരുത്തർ അന്ന് 50 രൂപ വെച്ചിട്ടൊക്കെയാണ് ഓരോരുത്തരും വാങ്ങിയിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഞാൻ ആദ്യമായിട്ട് ഈ പിതാംബരൻ സാറിനെ പരിചയപ്പെടുന്നു. പിതാംബരൻ കോച്ച്. പിന്നെ കേരള സന്തോഷ് ട്രോഫി വിൻ ചെയ്യുമ്പോൾ ഈ പിതാംബരൻ സാറായിരുന്നു. അങ്ങനെ പിതാംബരൻ സാറിന് ഞാൻ നമ്മുടെ നാട്ടിലേക്കൊന്ന് കൊണ്ടുവരുന്നത് തോന്നിയിട്ട് ഞാൻ പ്രജര ചാവക്കാട് എന്ന് പറഞ്ഞിട്ട് ഒരു ടീം ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കുന്നു. അപ്പോൾ ഈ ന്യൂ കമേഴ്സിലെ പ്ലേയേഴ്സിനെ കൂടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നല്ല ടീം സെറ്റ് ചെയ്യണമെങ്കിൽ 11s കളിക്കാനും അതൊക്കെ ലീഗ് കളിക്കാനൊക്കെ ആയിട്ട് ഒരു നല്ല ടീം സെറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരു കോച്ചിനെ കൊടുത്തിട്ട് നമുക്ക് ഈ പ്ലേയേഴ്സിനൊന്ന് കരിക്കെടുക്കാമെന്നാണ്. അങ്ങനെ പ്ലേയേഴ്സിൻ്റെ രജിസ്ട്രേഷൻ ഫ്രീ വെച്ചു, ആർക്കും പൈസ വേണ്ട. അങ്ങനെ 165 പേരാണ് അന്ന് ക്യാമ്പില് ആദ്യമായിട്ട് നമ്മുടെ ഈ പ്രദേശത്ത് ചിലപ്പോൾ ആദ്യമായിട്ടാണ് ക്യാമ്പ്. അങ്ങനെ ഞങ്ങൾ ഈ ടീമിന് സെറ്റ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ 165 പേരിൽ ഒരു 25 ആളെ കിട്ടണ്ടോ. അങ്ങനെ പിതാമര സാറ് ഒരു ഐഡിയ പറയണം, കാരണം വിറ്റാളിട്ട് ഓടിക്കുക. അങ്ങനെ ആദ്യത്തെ ഒരു ആഴ്ച കഴിയുമ്പോഴേക്കും ഒരു പകുതിയായി. പിന്നെ കളിക്കുന്ന പ്ലേയേഴ്സ് ആയിട്ട് ചുരുങ്ങി വന്നു. അങ്ങനെ നല്ലൊരു ടീം ഉണ്ടാക്കി പ്രജര ഒരുപാട് കാലം കളിക്കാൻ. അതെ അതെ. ഇപ്പൊ കുറെ കളികളുണ്ടായിരുന്നു. ഇപ്പൊ കണ്ണൻ മെമ്മോറിയൽ ഉണ്ടായിരുന്നു, സുന്ദരം മെമ്മോറിയൽ ഉണ്ടായിരുന്നു, ഈ പ്രജര കാജ കപ്പ്, അങ്ങനെ പല കളികളുണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ വളരെ ലിമിറ്റ് ആയിട്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുട്ബോളിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യം കുറഞ്ഞു കാണുന്നതാണ്. എന്താണ് അതിന്റെ ഒരു ഏറ്റവും വലിയ വിഷയം എന്താ വെച്ചാൽ, ഈ സാധാരണ ഫുട്ബോളുകൾ നമ്മളെ ഈ പാടത്തും പറമ്പിലൊക്കെ കളിച്ചിരുന്ന കാലം ഉണ്ടല്ലോ, അന്ന് ഫുട്ബോളിനൊരു സത്യസന്ധത ഉണ്ടായിരുന്നു. ഇന്ന് ഈ ഫുട്ബോളിന് എന്ന് പറഞ്ഞാൽ ഒരു സത്യമില്ലാത്ത കളിയായി മാറി. കാരണം വെച്ചാൽ ആ കാലഘട്ടത്തിൽ കളി കാണാനും കളിക്കും ഒക്കെ, പിന്നെ ആവേശം ഒരു നാട് മുഴുവൻ കളിയുടെ പിന്നാലെ വരിക. കാരണം ഒരു ടീം ഇപ്പം കോട്ടപ്പട്ടിയിൽ നിന്ന് ഒരു ടീം കളിക്കാൻ പോകണ്ടെങ്കിൽ കളിക്കാൻ പോകുന്ന ആൾക്കാർ മാത്രമല്ല, അതിന്റെ പിന്നിൽ വണ്ടി എടുത്തിട്ട് ആൾക്കാർ ഇങ്ങനെ കളി കാണാൻ പറ്റും. ഇപ്പം എന്താ വെച്ചാൽ ഒരു വിധമുള്ളതൊക്കെ ഇതുപോലത്തെ ടർഫിൽ ഒതുങ്ങി. പിന്നെ പണ്ടത്തെ കാലം ഉണ്ടല്ലോ, അത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഈ ബോള് തുന്നി കുത്തിയിട്ടും ബൂട്ടില്ലാണ്ട് ഒരു പപ്പൻ സാറുണ്ടായിരുന്നു ഇവിടെ, അങ്ങനെയൊക്കെ ഒരു വിസിലിന്റെ മുകളിൽ ആളിനെ ഒരു പ്ലെയറിനെ നിർത്തും. ഇപ്പൊ റഫറിമാർക്കൊക്കെ ഇടി കിട്ടുന്നു, നല്ല ഇടി. ഈ റഫറി എന്ന് പറഞ്ഞപ്പോഴേ മധുവായിട്ട് റഫറി ടീമിലുണ്ടെന്നൊക്കെ പറഞ്ഞു, എങ്ങനെയാ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു? ഞങ്ങളുടെ ഒരു അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ ഒരു റഫറിംഗ് പാനലുണ്ട്. അത് ഞങ്ങൾക്ക് ടെസ്റ്റൊക്കെ ഉണ്ട്, കണ്ണിന്റെ ടെസ്റ്റ് ഉണ്ട്, അതുപോലെ കായികമായിട്ടുള്ള ടെസ്റ്റ് ഉണ്ട്. അതൊക്കെ മലപ്പുറം സൈഡിൽ വെച്ചിട്ടാണ് നടത്താറ്. അപ്പം അതിൽ നമുക്ക് ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർ ഒരു ഐഡൻറ്റി കാർഡ് തരും. ആ ഐഡൻറ്റി കാർഡുള്ള ആൾക്കാണ് ഈ അങ്ങനെ 40-45 ടൂർണമെന്റുകൾ കേരളത്തിൽ റഫറിങ് നടക്കുന്നുണ്ട്. അതിൽ ഞങ്ങളൊരു 90ഓളം റഫറിമാരുണ്ട്. അതിൽ തൃശ്ശൂരിൽ നിന്ന് ഒരു 10-13 പേരുള്ളൂ. ചാവക്കാട് മേഖലയിൽ ഈ ഗുരുവായൂർ ഈ നിയോജകമണ്ഡലത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് അതുമായിട്ട് മാത്രമേ ഉള്ളൂ. ഈ കളി കേരളത്തിൽ മാത്രമാണോ അതോ കേരളത്തിന് പുറത്തേക്കുള്ള കളികളുടെ ഒക്കെ വിശേഷങ്ങള്? കേരളത്തിന് പുറത്ത് ഞാൻ പോയിരുന്നു. 2024 ഹൈദരാബാദിൽ പോയിരുന്നു കേരളം കളിക്കാൻ വേണ്ടി. അന്ന് ഗോവ, തമിഴ്നാട്, ആന്ധ്ര, അങ്ങനെ 5 ഈ ഭാഗത്തുള്ള 5 സ്റ്റേറ്റുകൾ തമ്മിലുള്ള കളിയായിരുന്നു. അതിൽ നമ്മളാണ് വിൻ ചെയ്തത്. കേരള ടീമിന്റെ കൂടെയായിരുന്നു ഇപ്പൊ ഇങ്ങനെ ആലോചിക്കുമ്പോഴേ ചില സമയത്തൊക്കെ ഇപ്പോ ആക്സിഡന്റ് ഉണ്ടായി, വീട് എന്താ പറയുക, ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും വീണ്ടും ഗ്രൗണ്ടിലേക്ക് എത്തുന്ന ഒരു ഇതാണ്. അതിലെ ആശുപത്രിയിൽ ഉള്ളപ്പോഴും വീട്ടിലിരിക്കുമ്പോഴും എനിക്ക് ആ ഗ്രൗണ്ട് എന്നുള്ളൊരു സ്വപ്ന. കാരണം വെച്ചാൽ ആ ഗ്രൗണ്ടിൽ വരിക, കളിക്കാരെ കാണുക. അങ്ങനെ ഞാൻ ഇത് ബെൽറ്റ് ഇട്ടിട്ട് കളിച്ചിട്ടുണ്ട് കുറച്ച് ദിവസം. ഷോൾഡർ പൊട്ടിയിട്ട് ഇരിക്കുന്ന സമയത്ത് ബെൽറ്റ് ഇട്ട് വീട്ടിൽ നിന്ന് എന്താ ഒരു ഗുണം വെച്ചാൽ മക്കളെ മോളും മോനും വൈഫും ഒക്കെ നല്ല സപ്പോർട്ടാണ്. കാരണം ഒരു ദിവസം ഞാൻ കളിക്കാൻ പോയില്ല വെച്ചില്ല അവർക്ക് വിഷമം. മോൻ കളിയിൽ വലിയ ഇതൊന്നുമില്ല, പിന്നെ നല്ല ആർട്ടിസ്റ്റാണ്, സൂപ്പറാ. അവൻ ഒരു ചിത്രം വരെ പഠിക്കാൻ പോയിട്ടൊന്നുമില്ല, പക്ഷെ എൻ്റെ അച്ഛൻ്റെ ഒക്കെ ചിത്രം വരെ കണ്ടപ്പോൾ ഞാൻ തന്നെ കണ്ടതല്ലേ. മോളുടെ കല്യാണം കഴിഞ്ഞു,
ഇപ്പൊ മോളുടെ മോളിനെ ഒരു പന്ത് കളിക്കാരി ആക്കണം ആഗ്രഹം. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എങ്ങനെയാണ് ഈ ഫുട്ബോളിനെ കാണുന്നത്? നമ്മളിപ്പോൾ വേൾഡ് കപ്പ് വരുമ്പോൾ കളി കാണാനും ബാനർ കെട്ടാനും ഇരിക്കാനൊക്കെ ആൾക്കാരുണ്ട്. ഇവിടെയൊക്കെ പല ടൂർണമെൻറ്റുകൾ നടക്കുമ്പോഴും വിരലിലെണ്ണാവുന്ന ആൾക്കാരാണ് കളി കാണാണ്ടാവുള്ളൂ. പിന്നെ കുറച്ചും കൂടി നല്ലത് സ്കൂളുകളിൽ തമ്മിൽ കോളേജുകൾ തമ്മിലുള്ള കളികൾ ഫിസിലിങ്ങിന് പോകുമ്പോഴാ അവിടെയാണ് പിന്നെയും ഒന്നും കൂടി ഇൻട്രസ്റ്റ് ആയിട്ട് ആൾക്കാരുള്ളത്. എന്നാ ഇതിന്ന് ഒരു റിട്ടയർമെന്റ് ഉണ്ടാവോ? അത് മരിക്കണവരും കളിക്കും. അത് വരെ ഉണ്ടാവുള്ളൂ. എന്നാണോ അത് തലേദിവസം വരെ, അല്ല ചിലപ്പോൾ അന്നാവും, ചിലപ്പോൾ ഗ്രൗണ്ടിൽ എടുത്തിട്ടാവും. അത് വരെ ഞാൻ കളിക്കണം. ഇപ്പം തന്നെ അത്യാവശ്യം പ്രായമായില്ലേ, ഷഷ്ടിപൂർത്തി അതൊക്കെ കഴിഞ്ഞു. ഇത് ശരിക്കും ഒരു കൂട്ടായ്മയുടെ ഒക്കെ ഒരു ഇതാണല്ലേ? അതെ കൂട്ടായ്മ. ഇതും ചില നമ്മളിവിടെ നോമ്പ് തുറ ഉണ്ടാവും, ഓണത്തിന് സദ്യ ഒരുക്കുക. എല്ലാവരും അതെന്തെങ്കിലും ഇതില് 10-25-30 പേരുണ്ട്. ഇപ്പൊ ഈ കളിക്കുന്നത് ഒരു ക്ലബ്ബ് പോലെ ലാലിക മോർണിംഗ് പ്ലേയേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ. പിന്നെ ഭയങ്കര സൗഹാർദ്ദത്തിലാണ് കളി നടക്കുമ്പോൾ, ഭയങ്കര പ്രശ്നം രണ്ട് ടീമും വാശിയിൽ. അപ്പൊ സൂപ്പർ ആവട്ടെ, ഇനിയും ഉയരങ്ങളിലേക്ക് അല്ലേ?